ആരും സഹായിക്കാനില്ലാത്ത രോഗികളായി മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? മഹല്ലിന്റെ ലെറ്റർ പാഡില് ഈ വരുന്നയാള് അനാഥ കുടുംബമാണ്, ഭർത്താവ് മരിച്ചവരാണ്, 3 പെൺകുട്ടികളുണ്ട്, രോഗിയാണ്, സഹായിക്കണം. തേങ്ങാക്കൊലയാണ്. എന്നിട്ട് അടിയിൽ മഹല്ല് സെക്രട്ടറിയുടെ സീലും ഒപ്പും വെച്ചു കൊടുക്കുന്ന നാണം കെട്ട പരിപാടിയാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തം എന്ന് കരുതിയോ നിങ്ങൾ? അതാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തം. വെള്ളിയാഴ്ച വേർത്തൊലിച്ചൊരു പെണ്ണ് ഈ ലെറ്റർ പാടുമായി ഖത്തീബ് പറയാണ്, ഇതാ ഇന്ന മഹലിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ സഹായിക്കണം, 350 ഉലുവ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതിഹി. നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഉറപ്പിച്ചോളൂ, ഞാനും നിങ്ങളും ഖത്തീബും മഹല്ല് ജമാഅത്തും നാളെ അല്ലാഹുവിന്റെ വിചാരണയിൽ നീ ഏൽപ്പെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിന്റെ പേരിൽ ഒരടി മുന്നോട്ട് വെക്കാനാവാതെ വിറച്ചു പോകും. അതാണ് മഹല്ല് ജമാഅത്ത്. ആഖിറുഹാ അദാബും മിനന്നാർ. ഇതത്ര സുഖമുള്ള പരിപാടിയല്ല. ഖത്തീബാകലും കമ്മിറ്റിയാകലും ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ബോഡിയിൽ കാട്ടിക്കൂട്ടുന്ന പരിപാടി എന്താണ്? ഇതുവരെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിണ്ടാവും, ഇപ്പൊ ദേശീയ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്കറിയാം, പോകേണ്ടവർക്ക് പോവാം, എനിക്കൊരു കുഴപ്പമില്ല. നേൽപ്പിച്ച പരിപാടി ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നീ പാനിൽ എന്റെ പേര് എഴുതണമെന്ന് പറയില്ലേ? നരകത്തിന്റെ കച്ചിട്ടാണ് എഴുതിണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു പരിപാടി നടക്കാതെ ഉസ്താദിന് ശമ്പളം കൊടുക്കുക, അതിന് റെസീവർ പോരെ. തേങ്ങയുടെ കണക്ക് എഴുതുക, റെസീവർ പോരെ. വരിസംഖ്യയുടെ കണക്ക് വെക്കുക. ഇത് 3 മാത്രമാണെങ്കിൽ ഉറപ്പിച്ചോളും, ഞാനും അല്ല, ഞാനൊരു മഹല്ല് കമ്മിറ്റിയിൽ അംഗമാണ്, അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അബ്സല്യൂട്ട്ലി. ഇതാർക്കെങ്കിലും ഈമാനികമായി മനസ്സിലാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രിവിലേജിനെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടണ്ട. ഈമാൻ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ആ ചെക്കൻ പറയുന്നത് ശരിയാണല്ലോ, ഇത് അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ. നോക്കൂ, റമദാനിലെ നമ്മുടെ ആൾക്കാര്, പ്രത്യേകിച്ച് ഞാനൊക്കെ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളില്, പാലക്കാട് നിന്ന്, ആലത്തൂരിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. നോമ്പുണ്ടോ അല്ലാഹു ആലം, 10-20 ഉറുപ്യ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഉണ്ടായത്? ഈ ഒരു ഡാറ്റാ ബാങ്ക് നിങ്ങൾ തയ്യാറാക്കിയാല് നിങ്ങളുടെ നാട്ടിലെ കാറ്റഗറൈസ് ചെയ്യുക, ABCD, എക്കോണമിക്കൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പേര് വെക്കാം. അതായത് നല്ല സമ്പന്നർ, പകുതി സമ്പന്നർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അതിദാരിദ്ര്യമുള്ളവർ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ സമ്പത്തുള്ളവന്റെ വീട്ടിൽ റമദാൻ 27-ന് മുമ്പിലെ പാത്രത്തിൽ നിന്ന് കൊടുക്കുന്ന 5 രൂപയല്ല സക്കാത്തെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഒരു 50 നല്ല പണക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയാം, നിങ്ങളുടെ മഹല്ലിലെ വളരെ പാവപ്പെട്ട 10-20 ആളുകളുടെ പേരെടുത്തിട്ട് ഈ 50ഓളം പണക്കാർക്ക് കൊടുക്കാൻ, നിങ്ങൾ ഇയാൾക്ക് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. എന്താണ് സക്കാത്തിന്റെ സിസ്റ്റം? ഇക്കൊല്ലം സക്കാത്ത് വാങ്ങിയവൻ അടുത്ത കൊല്ലം സക്കാത്ത് വാങ്ങുകയാണ്. അല്ലേ ഹബീബിങ്ങളെ? ഈ കൊല്ലം സക്കാത്ത് വാങ്ങിയവൻ അടുത്ത കൊല്ലം വാങ്ങരുത്. ഇക്കൊല്ലം സക്കാത്ത് വാങ്ങുന്നവൻ ഒരുത്തന്റെ പണം കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങട്ടെ, അയാളത് ഓട്ടട്ടെ, അടുത്ത കൊല്ലം അയാൾ സക്കാത്ത് വാങ്ങാത്ത സിസ്റ്റം വരണം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ, മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ നടക്കൂല നിങ്ങൾ കരുതരുത്. നടന്ന മഹല്ലുകളുണ്ട്, ഉറപ്പായിട്ടും നടന്ന മഹല്ലുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനത്തെ ആസ്പദമാക്കി ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നന്നാവും. അതിന് വലിയ പണിയൊന്നുമില്ല. കമ്മിറ്റിയിൽ നിങ്ങളെ ചീത്ത പറയുന്ന മെമ്പർമാരുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ജനറൽ ബോഡിയിലും അല്ലാത്തവർക്ക് ചീത്ത പറയുന്ന കുറെ ഒരു പണിയില്ലാത്ത മെമ്പർമാരില്ലേ, അവരുടെ മണ്ടക്ക് വെച്ചു കൊടുക്കുക.